അപ്പം റോയൽ എൻഫീൽഡ് എന്ന് പറയുന്ന വണ്ടി ഇങ്ങനത്തെ ഒരു മെഷീൻ ഉണ്ടാക്കി പുറത്തേക്ക് വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലായിരുന്നു. പഴയ ഹിമാലയൻ അപേക്ഷിച്ച് കുറവാണ്. എനിക്ക് ഏകദേശം ഒരു 60 സ്പീഡിലൊക്കെ ഒരു 50 ഗിയറിലൊക്കെ നമുക്ക് അതൊക്കെ കൈ കൊടുത്ത് അവിടെ നിന്ന് ഒരു 110 120 വരെയൊക്കെ എത്തിക്കാൻ പറ്റും. അങ്ങനെ ഓരോ പാർട്സ് നോക്കിക്കഴിഞ്ഞാലും ഇതിൽ മാറ്റാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? പഴയ ഹിമാലയൻ്റെ എന്ന് പറയാൻ അത്രയും വ്യത്യാസമുണ്ട്. റോയൽ എൻഫീൽഡ് ഇങ്ങനത്തെ ഒരു പണ്ടാരം ഉണ്ടാക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. സത്യം പറയുകയാണെങ്കിൽ പച്ചക്ക് പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെ പറയാം. റോയൽ എൻഫീൽഡ് ഹിമാലയൻ 450 2023 വണ്ടിപ്രാന്തന്മാർക്ക് റോയൽ എൻഫീൽഡ് തന്നൊരു ഗിഫ്റ്റ് എന്ന് വേണേൽ പറയാം. കാരണം ഹിമാലയൻ എന്നുള്ളത് വണ്ടിപ്രാന്തന്മാരുടെ എന്നത്തെയും ഒരു ഇഷ്ടവാഹനമായിരുന്നു. റോയൽ എൻഫീൽഡ് പോലെ എത്രയും വർഷം പാരമ്പര്യമുള്ള ഒരു ബ്രാൻഡ് ഒരു അഡ്വഞ്ചർ ബൈക്ക് ഇറക്കുന്നു എന്ന് കേട്ടപ്പോഴേ അന്നൊക്കെ എല്ലാവർക്കും സന്തോഷമായിട്ട് കുറേ ഹിമാലയൻസ് നമ്മുടെ റോഡുകളിൽ കാണാനായിട്ടുണ്ടായിരുന്നു. എങ്കിലും കുറച്ച് കംപ്ലയിൻസും കുറച്ച് ഇഷ്യൂസും ഒക്കെ ആയിട്ട് എങ്ങനെയൊക്കെയോ നല്ല രീതിയിൽ തന്നെ ഹിമാലയൻ വിറ്റഴിഞ്ഞ് പോകുന്നുണ്ടായിരുന്നെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ ആളുകൾ ആ വണ്ടി ഓടിക്കാനും മാനേജ് ചെയ്യാനും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഓരോ വർഷം അവർ പുതിയ മോഡൽസ് കൊണ്ടുവരുമ്പോഴും ഉള്ള കംപ്ലയിൻസ് കുറച്ച് രീതിയിൽ ഭേദമാക്കി കൊണ്ടുവന്നു. എങ്കിലും ഇപ്പോൾ 2023 ഒരു പുതിയ ഹിമാലയൻ എന്ന് തന്നെ പേര് വിളിക്കാനൊക്കില്ല എന്നാണ് പലരുടെ അഭിപ്രായം. കാരണം ഇത് പുതിയൊരു വണ്ടിയാണ് റോയൽ എൻഫീൽഡിൻ്റെ. തികച്ചും പുതിയൊരു എൻജിനായിട്ട് പുതിയൊരു ഷാസിയായിട്ട് മൊത്തത്തിൽ വെയിറ്റും കുറേ ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് പുതിയൊരു വാഹനമായിട്ട് റോയൽ എൻഫീൽഡ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു വാഹനമാണ് ഈ ഇരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് കേരളത്തിലെ ആദ്യത്തെ ഹിമാലയൻ 450 ആണ് ഈ ഇരിക്കുന്നത്. അപ്പം ഇത് ആദ്യമായിട്ട് സ്വന്തമാക്കിയ ആളോട് നമുക്ക് ചോദിച്ച് എന്തുകൊണ്ട് ഇതിലോട്ട് വന്നു കാര്യങ്ങളെല്ലാം നമ്മുടെ സ്ഥിരം കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പോൾ ഫൈസലൊക്കെയാണ് ആദ്യത്തെ ഹിമാലയൻ ഡെലിവറി എടുത്ത് റോഡിൽ ഇറക്കിയത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോടാണ് നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കാനായിട്ട് പോകുന്നത്. ഹായ് കാ, വെൽക്കം ടു അവർ ചാനൽ. ഇక എന്ത് ചെയ്യുന്നു എന്നുള്ളത് പ്രേക്ഷകരോട് ജസ്റ്റ് ഒന്ന് പറയാം. എനിക്കൊരു ബൈക്കിൻ്റെ ആക്സറീസും ഗ്യാരേജും ഒക്കെ കൂടി ആയിട്ടൊരു സ്റ്റോറാണുള്ളത് കൊച്ചിയിൽ, റിപ്പബ്ലിക് ഓഫ് ബൈക്കേഴ്സ് എന്നിട്ട് ROB ഗ്യാരേജ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഹിമാലയനെ പറ്റിയാണ് അറിയേണ്ടത്. ഈ കടയിൽ കുറേ ബൈക്സ് വേറെ ഉണ്ട് അല്ലേ? അതെ. വേറെ ഹിമാലയൻസ് ഉണ്ട്, വേറെ അഡ്വഞ്ചേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം അഡ്വഞ്ചേഴ്സ് റാലി ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണെന്ന് തോന്നുന്നു. അതെ. അപ്പോൾ അതിനെ പറ്റിയൊക്കെ എങ്ങനെയാണ് ഹിമാലയൻ എന്നുള്ളൊരു ആഗ്രഹം? പുതിയ ഹിമാലയൻ ഇറങ്ങി ഉടനെ തന്നെ അത് ഫസ്റ്റ് വണ്ടി തന്നെ വേണമെന്ന് ആഗ്രഹമൊക്കെ തോന്നിയെങ്കിൽ അത്ര ഹിമാലയനെ പ്രണയിക്കുന്നുണ്ടായിരിക്കും. ഫാനാണ്. ഇതിന് മുമ്പുള്ള ഹിമാലയൻ എനിക്ക് BS3യും BS4ഉം ഓരോന്നുണ്ട്. രണ്ടും ഉണ്ടോ? രണ്ടും ഓരോന്നുണ്ട്. ശരി. അത് ഇറങ്ങിയ ടൈമിൽ എനിക്ക് ഇതുപോലെ ആദ്യത്തെ വണ്ടി എടുക്കാൻ നോക്കിയിട്ട് നടന്നില്ലായിരുന്നു. അപ്പൊ അതിന്റെ വിഷമം നേരത്തെ മുതലേ മനസ്സിൽ കിടപ്പുണ്ട് 4-5 വർഷമായിട്ട്. പിന്നെ എങ്ങാനും ഇതേപോലത്തെ നല്ലൊരു വണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ അതിലേക്ക് വരണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് ഒരു 1.5 വർഷം പുറകെ നടന്നാണ് ആദ്യത്തെ വണ്ടി സ്വന്തമാക്കാൻ പറ്റിയത്. അപ്പോൾ ഇതിന്റെ അനൗൺസ്മെന്റ് ഇറങ്ങിയപ്പോഴേ ബുക്ക് ചെയ്തു? വണ്ടി ടെസ്റ്റ് തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓരോ ആൾക്കാരെ വിളിച്ച് ഓരോ ഷോറൂമിൽ വിളിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു. ഞാൻ അറ്റ് എ ടൈം 3 ഷോറൂമിൽ ബുക്ക് ചെയ്തിട്ടാണ്. അതിൽ 3 ഏത് ഷോറൂമിലാണ് ആദ്യം വരുന്നത് ആ ഷോറൂമിൽ എടുക്കാൻ വേണ്ടി ഞാൻ 3 ഷോറൂമിലും പൈസ കൊടുത്ത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അഡ്വാൻസ് എമൗണ്ട് കൊടുത്ത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് കിട്ടിയപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ മനസ്സിൽ വിചാരിച്ചതിനെക്കാട്ടും അടിപൊളി ഒരു വണ്ടിയായിരുന്നു. ഈ റോയൽ എൻഫീൽഡ് നിർമ്മിച്ച ഒരു വണ്ടിയാണ്. ഞാൻ റോയൽ എൻഫീൽഡിനെ കളിയാക്കുമല്ല, പരിഹസിക്കുമല്ല. പക്ഷേ അതെ. അപ്പം റോയൽ എൻഫീൽഡ് എന്ന് പറയുന്ന വണ്ടി ഇങ്ങനത്തെ ഒരു മെഷീൻ ഉണ്ടാക്കി പുറത്തേക്ക് വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലായിരുന്നു. കാരണം ഇത്രയും നാളത്തെ അവരുടെ ആ ഒരു രീതിയൊക്കെ കണ്ടപ്പോൾ ഇത്രയും വലിയൊരു ചേഞ്ച് വരുമെന്ന് വിചാരിച്ചു. സത്യം. ഇത്രയും കോമ്പാക്റ്റുമാണ് വണ്ടി. ഇപ്പം പറയുന്ന പോലെ കുറച്ച് വലുതാണ്, 17 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിലും നമുക്ക് വണ്ടി കയറി ഓടിക്കുമ്പം അത്രയും ഭയങ്കര ഒരു വലുപ്പമോ അല്ലെ ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ടോ അങ്ങനെ ഒരു ഫീലേ ഇല്ല. ഒരു ഇന്റർസെപ്റ്ററിന്റെ അത്രയും പോലും ഒരു കാണുമ്പോൾ അതിനെക്കാട്ട് സൈസ് ഉണ്ടെങ്കിലും ഓടിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു എക്സ്പൾസിന്റെയും ഹിമാലയന്റെയും ഇടയിലുള്ളൊരു സൈസ് ഉള്ളൊരു ബൈക്ക് ഉപയോഗിക്കുന്ന ഒരു സെയിം ഫീൽ തന്നെയാണ് തോന്നുന്നത്. ഞങ്ങളന്ന് സംസാരിച്ചപ്പോൾ ഇക്ക പറഞ്ഞായിരുന്നു 4-5 കിലോയെ കുറച്ചിട്ടുള്ളൂ വണ്ടിക്ക്, എങ്കിലും ഒരു 10-40 കിലോ കുറച്ച് ഫീലുണ്ട് ഓടിക്കുമ്പോൾ കിട്ടും. ഡിസ്ട്രിബ്യൂഷനും അവരുടെ ചാസസും ഈ പറഞ്ഞ പോലെ സസ്പെൻഷനും സിംഗാമും എല്ലാം ഒരു അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത് ഈ പ്രാവശ്യം. അപ്പൊ അതിൻ്റെതായ ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ്. നമുക്ക് ബ്ലോക്കിലൊക്കെ ഓടിക്കുവാണെങ്കിലും അല്ലാണ്ട് ഓടിക്കുവാണെങ്കിലും മൈലേജും ബാക്കി കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഞാൻ ഒരു 150 കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ടുള്ളൂ. ഇനി ഓരോ റൈഡ് പോയി കഴിയുമ്പോൾ ഇപ്പൊ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് ഇനി റൈഡ് പോകാൻ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിയുമ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും എങ്ങനെയാണ് ഏതാണെന്നുള്ള റാലി ബൈക്ക് ആക്കാനുള്ള ഒരു പ്ലാൻ ഒക്കെ ഉണ്ടെന്ന്. അതുകൊണ്ട് അതിന് മുന്നേ നമുക്ക് റിവ്യൂ എടുത്തേക്കാന്ന് വിചാരിച്ചു. അപ്പം ഹിമാലയൻ ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ കിട്ടി? ടെസ്റ്റ് ഡ്രൈവ് ഒന്നും കിട്ടിയില്ലായിരുന്നു. ഗോവയിൽ കിട്ടിയിരുന്നു. അവിടെ ചെയ്തിരുന്നല്ലേ? ഓക്കെ. എന്നിട്ട് അപ്പോഴേ നമ്മൾ എല്ലാ ഇയറിലും പോകുന്നത്. ഇപ്പം 2013 തൊട്ട് ഇപ്പൊ 2023 വരെ ഈ ലാസ്റ്റ് ഒരു 8-10 ഇയേഴ്സും
നമ്മളെല്ലാ റൈഡർമാനും അറ്റൻഡ് ചെയ്യുന്ന ഓക്കെ. നേരത്തെ ഒരു റോയൽ എൻഫീൽഡ് ഫാൻ തന്നെയാണ്. എനിക്ക് വേറൊരു മാച്ചസ്മോ 500 എന്ന് പറഞ്ഞിട്ടൊരു ബുള്ളറ്റിന്റെ 500cc ബൈക്കുണ്ട്. പിന്നെ പറഞ്ഞ പോലെ 1-2 ഇപ്പോൾ ഒരു ഹിമാലയനും പിന്നെ ഈ ഒരു ഹിമാലയനാണ് ഇപ്പോൾ റോയൽ എൻഫീൽഡിന്റെ ഉള്ളത്. മറ്റേത് ഹിമാലയൻ 400 എന്ന് പറഞ്ഞാലും ക്യൂബിക് കപ്പാസിറ്റി ആണെങ്കിലും അത്രയും വരുന്നില്ലായിരുന്നു. 450cc അത് ആ ഇറങ്ങിയ ടൈമിൽ കിടിലൻ വണ്ടിയായിരുന്നു. പിന്നെ ഈ പറഞ്ഞ ആദ്യം കുറെ പ്രശ്നങ്ങളൊക്കെ ആൾക്കാർ പറഞ്ഞു, ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി കട്ടി, പിന്നെ ക്ലച്ച് ടൈറ്റ്, ഗിയർ ടൈറ്റ്, ഇങ്ങനെയൊക്കെ കുറെ കംപ്ലൈൻസ് ആൾക്കാർ പറഞ്ഞിരുന്നു. പക്ഷെ എങ്കിലും അന്നത്തെ കാലത്ത് 2 ലക്ഷം രൂപ താഴെ അത്ര എടുത്തിട്ട് അലക്കി ഉപയോഗിക്കാൻ പറ്റിയ അഡ്വഞ്ചർ ബൈക്ക് വേറെ ഇല്ല. നമ്മളിപ്പോൾ കൊണ്ടുപോയിട്ട് ഒരു 10 അടി താഴെയുള്ള ഒരു കുഴിയിലോട്ട് വണ്ടി വീണാലും അവിടുന്ന് വണ്ടി പൊക്കി സ്റ്റാർട്ടാക്കി നമുക്ക് വീട് വരെ കൊണ്ടുവരാൻ പറ്റും. വണ്ടി എന്തോ ആയിക്കോട്ടെ, എന്തൊക്കെ പൊട്ടിപ്പോയി, എന്തൊക്കെ വളഞ്ഞു പോയി, എന്തൊക്കെ സംഭവിച്ചാലും വണ്ടി ഓടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിക്കും വണ്ടി. ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഹിമാലയൻ എന്ന് പറയുന്ന സാധനത്തിനോട്. അപ്പം ഇതിന് ഓൺ റോഡ് എത്രയാണ് പ്രൈസ് ആയത്? അതായത് കളർ ഓപ്ഷൻസും ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആദ്യം ബുക്ക് ചെയ്തപ്പോൾ കളർ ഓപ്ഷൻസ് ചൂസ് ചെയ്യാനുള്ള ഇത് കിട്ടിയോ അതോ ഇല്ല? എനിക്ക് ഇതിന്റെ ഫസ്റ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ ഈ ഹാൻഡ്ലേ ബ്ലാക്ക് എന്ന് പറഞ്ഞ ഈ യെല്ലോയും ബ്ലാക്കും കൂടെ മിക്സ് ആയിട്ടുള്ള ഇത് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം ഞാൻ അവിടെ പോയി ബുക്ക് ചെയ്യാൻ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഇതാണ് ടോപ്പ് എൻഡ് എന്നുള്ള സംഭവം. ഈ കളർ തന്നെയായിരുന്നു ഞാനും ആ ഫോട്ടോ ഫസ്റ്റ് ലീക്ക് ആയപ്പോൾ തന്നെ ഇത് തന്നെയായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. എനിക്ക് അത് തന്നെ കിട്ടുകയും ചെയ്തു. അപ്പോൾ എത്ര നാൾ എന്നാ ബുക്ക് ചെയ്തത്? ഞാൻ ബുക്ക് ചെയ്തത് അവരുടെ ബുക്കിംഗ് സ്റ്റാർട്ടാവുന്ന ഒരു 10-15 മിനിറ്റ് മുമ്പ് എന്നെ അവിടെ നിന്ന് വിളിച്ചിരുന്നു. ഞാൻ കറക്റ്റ് സ്റ്റാർട്ടായി, മറ്റേത് ഓപ്പൺ ബുക്കിംഗ് സ്റ്റാർട്ടായി എന്ന് പറഞ്ഞ് അവർ വിളിക്കുന്ന ടൈമിൽ തന്നെ ഞാൻ എല്ലായിടത്തും ബുക്ക് ചെയ്തിരുന്നു. അപ്പം അതിനുശേഷം ഇപ്പം എത്ര നാളായി കാണുമ്പോൾ അത് ഓർക്കുന്നില്ല. ഓൺലൈൻ പ്രൈസ് നമുക്ക് വരുന്നത് 365. എല്ലാം കഴിഞ്ഞിട്ടുള്ള കറക്റ്റ് റേറ്റ് 365 ഏകദേശം. അത് ഞാൻ നോക്കിയൊന്നുമില്ല, വണ്ടി എങ്ങനെ കയ്യിൽ കിട്ടണം അത്രേ ഉള്ളൂ, വേറെ ഒന്നും ആ സമയത്ത് നോക്കിയിട്ടില്ല. നമ്മുടെ കുറെ ക്വസ്റ്റ്യൻസ് ഇവിടെ ക്യാൻസൽ ചെയ്യാണ്. വേറെ ഏതൊക്കെ വണ്ടികൾ നോക്കി എന്തുകൊണ്ട് ഇങ്ങോട്ട് വന്നെന്ന് നമ്മൾ ചോദിക്കുന്നില്ല. കാരണം ആ ഒരു ബഡ്ജറ്റിലുള്ള ഇന്ന വണ്ടി നോക്കുന്നെന്ന് പറഞ്ഞ് നോക്കിയതല്ല, ഹിമാലയൻ വേണമെന്ന് പറഞ്ഞ് തന്നെ നോക്കി വാങ്ങിച്ചതാണ് ഈ വണ്ടി. അഡ്വഞ്ചർ 390 ഒന്നും നോക്കി കാണില്ലല്ലോ. ഞാൻ ആദ്യം ഇറങ്ങിയപ്പോൾ നോക്കിയിരുന്നു, പക്ഷേ ഒന്ന് ഓടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര ഇത് തോന്നിയില്ല. വണ്ടി അടിപൊളി വണ്ടിയാണ്, വണ്ടി മോശമാണെന്നല്ല പറയുന്നത്, കൂടുതലാണ്. പവർ ഇതെല്ലാം ഉണ്ട്. പക്ഷേ എനിക്കിതിന് മുമ്പ് ഡ്യൂക്ക് 200 ഉണ്ടായിരുന്നു BS3. അപ്പോൾ ഞാൻ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് ആ പുതിയ 390 വന്നപ്പം എനിക്ക് ആ ഒരു ഫീല് തോന്നിയില്ല. എന്ന് പറഞ്ഞാൽ അത് റൈഡ് ബൈ വയർ വന്നതിൻ്റെ ആ ഒരു ഫസ്റ്റ് ഒരു ഡിലേ ഒക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ റൈഡ് ബൈ വയർ ആണെങ്കിലും മറ്റേതിനെക്കാട്ടൊരു 80% ഡിലേ കുറവാണ്. മറ്റേത് കുറച്ചുകൂടി ഡിലേ ഉണ്ട്. ഇതിന് എന്ന് പറയുമ്പം ഡിലേ ഉണ്ട്, പക്ഷേ ഒരു ചെറിയൊരു മൈന്യൂട്ട് ഡിലേ ഉണ്ട്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഡിലേ. മറ്റേത് നമ്മളൊരു കോർണറിലേക്കൊക്കെ പോയിട്ട് അവിടുന്ന് ഡൗൺ ചെയ്ത് പിന്നെ കൈ കൊടുക്കുമ്പോൾ ഒന്ന് ഡിലേ ആയിട്ടേ വണ്ടി പോവുള്ളൂ. ഇത് ഡിലേ ഉണ്ടെങ്കിലും നമുക്ക് അത് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഡിലേ ഉള്ളൂ. അതും പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ADV 390 ആൾക്കാർ വേറെ ഡിവൈസ് ഒക്കെ കയറ്റി മാറ്റിയിട്ടുണ്ട്. ഫ്യൂൽ എക്സ് പ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് റേസ് ഡൈനാമിക്സിന്റെ ഓരോ ഡിവൈസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് നമുക്ക് ട്യൂൺ ചെയ്ത് ഫിൽറ്ററൊക്കെ മാറ്റി പ്ലഗ് ഒക്കെ മാറി കഴിഞ്ഞാൽ അത് മാറും. എന്നൊരു പരിധി വരെ മാറില്ല. ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിനെപ്പറ്റിയുള്ള എല്ലാം അറിയുകയും ചെയ്യാൻ കറക്റ്റ് അത് വെച്ച് നമുക്ക് ഓരോന്നോരോന്ന് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി അത് ഉപയോഗിക്കാനും പിന്നെ വരുന്ന കസ്റ്റമേഴ്സിന് അത് പറഞ്ഞു കൊടുക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നേരത്തെ ഉണ്ടായിരുന്നത് ഡ്യൂക്ക് 200 ഉണ്ടായിരുന്നു, BS3 ആണ്. ഇപ്പോഴും അതുണ്ട്. അത് BS3 വേറൊരു സാധനമാണ്. ഫസ്റ്റ് അതും കേരളത്തിൽ ഫസ്റ്റ് 10-15 വണ്ടിക്ക് അതൊരു വണ്ടിയാണ് എനിക്ക് കിട്ടിയതാണ്. ഓക്കെ. പിന്നെ മൊത്തത്തിൽ എങ്ങനെയുണ്ട് ഹിമാലയൻ 450 എന്ന് പറയുന്ന വാഹനം? ഹിമാലയൻ പവറിന്റെ കാര്യങ്ങളെല്ലാം ഹാപ്പിയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ സത്യം ഒരു ഓപ്പൺ ആയിട്ട് പറഞ്ഞോട്ടെ, ഇതിപ്പോൾ റോയൽ എൻഫീൽഡിന്റെ ബാഡ്ജ് ഇല്ലാണ്ട് റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞൊരു വണ്ടി ഇറക്കുന്നില്ല എന്ന് ആരോടും പറയാണ്ട് ഇതിലിപ്പോൾ വേറെ ഇപ്പം യമഹയോ അല്ലെങ്കിൽ യമഹയുടെ ഇപ്പോൾ ടെനേറ 500 600 അല്ലെ 400 എന്നൊരു പേരിടുക, അല്ലെങ്കിൽ അതേപോലെ തന്നെ വേറെ ഹോണ്ടയുടെ CRF 500 CRF 450 അങ്ങനൊന്നും വണ്ടി ഇല്ലെങ്കിലും അങ്ങനെ ഒരു പേരിട്ട് ഒരാൾക്ക് ഫസ്റ്റ് ഈ വണ്ടി ഓടിക്കാൻ കൊടുക്കുവാണെങ്കിൽ അയാൾ ഓടിച്ചു കഴിഞ്ഞിട്ട് ഇത് റോയൽ എൻഫീൽഡ് ആണെന്ന് അയാളൊക്കെ പറഞ്ഞാൽ അയാൾ സമ്മതിക്കില്ല. അത്രയും വ്യത്യാസമുണ്ട്. റോയൽ എൻഫീൽഡ് ഇങ്ങനത്തെ ഒരു പണ്ടാരം ഉണ്ടാക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. സത്യം പറയുകയാണെങ്കിൽ പച്ചക്ക് പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെ പറയാം. ഇങ്ങനെ ഒരു സാധനം റോയൽ എൻഫീൽഡ് ഉണ്ടാക്കി നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തരും എന്ന് വിചാരിക്കാത്തൊരു സാധനമായി പോയത്. ഹിമാലയൻ ഫാൻ ആയതുകൊണ്ട് പറയുന്നതല്ല, യൂസ് ചെയ്തിട്ട് ഞാൻ ഉപയോഗിച്ചിട്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് പറയുന്നത്. വെയിറ്റ് കുറച്ചത് ഏറ്റവും ഇഷ്ടപ്പെട്ടതല്ലേ? വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ അവർ ഭയങ്കരമായിട്ട് അത് എന്ത് ചെയ്തെന്നൊരു പിടിയില്ല. 4-5 കിലോ പേപ്പറിൽ കുറഞ്ഞിട്ടുള്ളൂ, പക്ഷേ ഓടിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ 10-30-40 കിലോ കുറഞ്ഞൊരു ഫീൽ വരുന്നുണ്ട്. പിന്നെ പുതിയ സസ്പെൻഷൻ ഷോവയുടെ സസ്പെൻഷൻ വന്നേക്കുന്നത് ഫീൽ ചെയ്തു. ഇപ്പം ഓഫ് റോഡ് ഒന്നും ചെയ്ത് കാണില്ല. ചെയ്തു വണ്ടി എടുത്തപ്പോൾ തന്നെ ഞങ്ങൾ ചെറിയ 1-2 ട്രയൽസ് ഒക്കെ ഓടിച്ചായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് സസ്പെൻഷൻ? അടിപൊളി, സസ്പെൻഷനൊക്കെ അടിപൊളി. പഴയ ഹിമാലയനെ വെച്ചിട്ട് ഫാർ ബെറ്റർ ആണ് വണ്ടി. നമുക്ക് ബോഡിയിലേക്ക് കയ്യിലേക്കൊന്നും വെയിറ്റ് അറിയുന്നില്ല. പിന്നെ ഈ ഫുഡ് പാക്കിലുള്ള വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടി ഇവർ ഈ ഫുഡ് പാക്സിന്റെ ഈ വരുന്ന അസംബ്ലിയുടെ ബാക്കിൽ തന്നെ റബ്ബർ ഡാമ്പിങ് വെച്ചിട്ടുണ്ട്.
അപ്പം ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല ഇമ്പാക്റ്റിലൊക്കെ പോയി നമ്മളൊരു ചാട്ടം ചാടിയാലോ അല്ലെങ്കിൽ നല്ല ഇമ്പാക്റ്റിൽ കുറച്ച് കട്ടറായിട്ടുള്ള റോഡിലൊക്കെ ചാടിയാലും നമുക്ക് ഈ പറഞ്ഞ പോലെ കാലിലേക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ടയർഡ് ആവുന്നതും കുറവായിരിക്കും, നമ്മൾ നല്ല ഫ്രീ ആണ്. സസ്പെൻഷനും അതേപോലെ നല്ലതായതുകൊണ്ട് ജസ്റ്റ് ഈ പറഞ്ഞ പോലെ വണ്ടി മാത്രം അനങ്ങുള്ളൂ. നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ കാലും കൈയും പഴയതിനെക്കാട്ടും കുറച്ചും കൂടെ വൈബ്രേഷൻ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനിച്ച് നിൽക്കുന്ന ഓടിക്കുമ്പോഴത്തേതാണ് ആ പറഞ്ഞതുകൂടെ. അതെ അതെ അതെ, ഇനിച്ച് ഓടിക്കുമ്പോഴേ അത് എഫക്റ്റീവ് എണ്ണിച്ച് ഓടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കാലിലേക്ക് അത്ര ഇമ്പാക്റ്റ് വരുന്നില്ല. അപ്പോൾ നമ്മുടെ കാല് ഈ പറഞ്ഞ പോലെ മസിൽസ് ഒക്കെ കുറേ ഓഫ് റോഡ് പോയി കഴിയുമ്പം ഈ വലിയ ടൈറ്റ് അങ്ങനത്തെ സംഭവങ്ങളല്ലേ, അതിലൊക്കെ നല്ല കുറവുണ്ട്. അതൊക്കെ ഭയങ്കര ഒരു സംഭവമാണ് ഈ പ്രാവശ്യം അവർ ചെയ്തതിൽ. അഡ്വഞ്ചറിനുപരി ഒരു ക്രൂസറായിട്ടും അതെ അതെ, ഒരു ടൂറിംഗ് ബൈക്കും കൂടെ ആയിട്ട് യൂസ് ചെയ്യാം. അഡ്വഞ്ചർ ടൂർ പോലത്തെ ഒരു സംഭവം തന്നെ നമ്മളിപ്പോൾ ഇത് എടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം അഴിച്ചു മാറ്റിയിട്ട് റാലിയോ അല്ലെ അതിലേക്കൊക്കെ പോകാൻ ഓടിക്കാനുള്ള ഒരു പ്ലാനിലാണ് എടുത്തേക്കുന്നത് ഈ വണ്ടി. ശരിക്കും അതിന്റെ ഷോ സസ്പെൻഷനും പിന്നെ പവർ ഫിഗേഴ്സും പിന്നെ വണ്ടിയുടെ ആ ഒരു സ്റ്റെബിലിറ്റി എല്ലാം കൊണ്ട് നമുക്ക് അടുത്ത വരുന്ന റാലികളിലൊക്കെ ഓടിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ആ ഒരു പ്ലാനിലാണ് ശരിക്കും ഇത് എടുത്തത്. ഇനി നമുക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും വന്നിട്ടുണ്ടായിരുന്ന ആ ക്വസ്റ്റ്യൻ ഹീറ്റിങ്ങിനെ പറ്റിയാണ്. എങ്ങനെയുണ്ട്? ഇപ്പം ലോങ് ഒന്നും പോയിട്ടില്ല എങ്കിലും സിറ്റിയിലൊക്കെ സിഗ്നലൊക്കെ കിടക്കുന്ന സമയത്ത് ഹീറ്റിംഗ് എങ്ങനെ ഫീൽ ചെയ്തു? ഹീറ്റിംഗ് ഈ പറഞ്ഞ പോലെ വലിയൊരു കുഴപ്പം തോന്നിയില്ല. പിന്നെ ഇപ്പം ഞാൻ ബൈക്ക് റൈഡ് ചെയ്യുമ്പം എപ്പോഴും ഒരു ജീൻസോ അല്ലെങ്കിൽ കാർഗോസ് കുറച്ച് കട്ടിയുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. എപ്പോഴും ഷൂവും യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അത്രയും ചൂട് കാലിലേക്ക് വന്നായിട്ട് ഫീൽ ചെയ്തില്ല. എന്നാലും ചെറിയൊരു ഹീറ്റിംഗ് ഉണ്ട്. ഇത്രയും ഹൈറർ എഞ്ചിനിലേക്ക് അവർ പോയി കഴിയുമ്പോൾ എന്തായാലും ഒരു ഹീറ്റിംഗ് ഉണ്ടാവും. പിന്നെ ലിക്വിഡ് കൂൾ ആയതുകൊണ്ട് നമുക്ക് പിന്നീട് നല്ല കൂളന്റ് അപ്ഗ്രേഡ് ചെയ്യുവാണെങ്കിൽ ആ ഹീറ്റ് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ പേടിക്കാനൊന്നുമില്ല. അതായത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ആ ഒരു കാര്യത്തിൽ സന്തോഷമാണ്. പിന്നെ ടയർ സൈസ് ഇംപ്രൂവ് ചെയ്യും. ടയർ സൈസ് അത് പ്രത്യേകം പറയേണ്ട സാധനമാണ്. 140 ചെയ്തപ്പോൾ ആദ്യം നമ്മൾ വിചാരിക്കും ഈ പറഞ്ഞ പോലെ ഫ്രണ്ട് 90യും ബാക്ക് 120യും ആണ് നേരത്തെ വന്നുകൊണ്ടിരുന്ന സൈസ്. അതിൽ നിന്ന് നേരെ 140ലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഓടിക്കുമ്പം വണ്ടിക്ക് കുറച്ച് പിടുത്തം ഉണ്ടാവുമെന്നൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവർ റിമ്മിൻ്റെ സൈസ് അധികം വീതി കൂട്ടാണ്ട് തന്നെ 140ലാക്കിയേക്കുന്നുണ്ട് നമുക്ക് ആ ഓടിക്കാനും കോർണർ ചെയ്യുമ്പോഴുള്ള സ്റ്റെബിലിറ്റിയിലോ അല്ലെങ്കിൽ കൺട്രോളൊന്നും വലിയ വ്യത്യാസമൊന്നും ഫീൽ ചെയ്യുന്നില്ല. നല്ല കംഫർട്ടബിൾ ആണ്. ഈ ബിഗ് സൈസ് ടയർ കുറച്ച് ഓക്കെ ആയിരിക്കുമോ? കുറച്ച് എവിടെയെങ്കിലും പോയി സ്റ്റക്ക് ആവാൻ ചാൻസ് ഉണ്ട്. പറഞ്ഞാൽ ഈ പറഞ്ഞ പ്യൂർ ഓഫ് റോഡ് അല്ലെ ട്രയൽസ് ഓടിക്കുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ടയർ ഈ പറഞ്ഞ പോലെ കുറച്ച് ഡൗൺ സൈസ് ചെയ്യുമോ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. ഇത് മെയിനായിട്ട് ഡ്യുവൽ പർപ്പസ് എന്ന് പറഞ്ഞാലും മെയിൻലി റോഡ് ടയറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സീറ്റിൻ്റെ അത്രയും ഈ പറഞ്ഞ പോലെ സ്ലഷിലും മഡിലൊന്നും അത്രയും ഗ്രിപ്പ് പിടിക്കാൻ ചാൻസ് ഇല്ല. എന്ന് പറഞ്ഞാൽ വലിയ വലിയ ബ്ലോക്കുകളാണ് വരുന്നത്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. പിന്നെ ഓടിക്കുന്നവന് എവിടെയാണെങ്കിലും കയറി പോവാം. ഇപ്പം ഈ പറഞ്ഞ പോലെ ഹോണ്ട ആക്റ്റീവയെ കൊണ്ട് ആൾക്കാർ ഉറുമ്പിക്കര കയറി പോകുന്നുണ്ട്, R15 കൊണ്ട് കയറി പോകുന്നുണ്ട്, അതേസമയം ഹിമാലയൻ കൊണ്ട് കയറി പോകുന്നുണ്ട്. അത് പിന്നെ കയ്യിൽ മൈൻഡാണ്, തലയും പിന്നെ തിരിക്കുന്ന കയ്യുമാണ്. അത്രേ ഉള്ളൂ. അതെ തന്നെ. ഓക്കെ, പിന്നെ ടാങ്ക് കപ്പാസിറ്റി 17 ലിറ്റേഴ്സ് ആക്കിയത് കൊണ്ട് തന്നെ നല്ല റേഞ്ച് കിട്ടും. അതെ അതെ അതെ, ലോങ് ടൂറിങ്ങിനൊക്കെ ഭയങ്കര കംഫർട്ട് ആയിരിക്കും. ഫ്യൂൽ പമ്പിൽ കയറേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതിന് മൈലേജ് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ടുണ്ടോ? അതൊന്നും നോക്കിയിട്ടില്ല. ഡിസ്പ്ലേയിൽ എത്ര ഇല്ല, നോക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു 20-25 കിട്ടിയ ഭാഗ്യമെന്ന് വിചാരിക്കുന്നു. അതൊക്കെ എന്തായാലും കിട്ടണം എന്ന് പറഞ്ഞാൽ അത്രയും റിഫൈൻഡ് ആക്കിയിട്ടുണ്ട് വണ്ടി. പല ആൾക്കാരും 25-28 എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കൊരു 20 കിട്ടിയാൽ ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, മൈലേജ് നല്ല എടുത്ത വണ്ടി അല്ലാത്തതുണ്ടല്ലേ? അങ്ങനെ ഓരോ പാർട്സ് നോക്കിക്കഴിഞ്ഞാലും ഇതിൽ മാറ്റാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? പഴയ ഹിമാലയൻ്റെതെന്ന് പറയാൻ ഞാൻ ഇതിനകത്ത് കാണിക്കാനൊന്നും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എല്ലാം മാറിയിട്ടുണ്ട്. ഓരോ പാർട്സും, ഓരോ സ്വിച്ചുകളാണെങ്കിലും മിറേഴ്സ് ആണെങ്കിലും ബ്രേക്ക് ലിവേഴ്സ് ആണെങ്കിലും പിന്നെ ഇതിന്റെ കാലിപ്പേഴ്സ് എല്ലാ ഐറ്റംസും ക്വാളിറ്റിയും ഭയങ്കര ഡിഫറൻറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ആ ഇന്റർസെപ്റ്റർ കഴിഞ്ഞ് നമ്മുടെ ഈ സൂപ്പർ മെറ്റിയോർ 650 പിന്നെ മെറ്റിയോർ സൂപ്പർ മെറ്റിയോർ അതൊക്കെ ഇറങ്ങിയില്ലേ, അത് കഴിഞ്ഞ് വന്ന വണ്ടികളിലെല്ലാം ഭയങ്കര ഒരു വ്യത്യാസമുണ്ട്. ഈ ഭയങ്കര ഡീറ്റെയിൽഡ് ആയി അവർ ലിവേഴ്സും സ്വിച്ചസും നട്ട് ബോൾട്ടുകളും എല്ലാം ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. കുറെ വർഷങ്ങളായിട്ട് കേൾക്കുന്ന പരാതിയല്ലേ, പരിഹരിച്ചേക്കാമെന്ന് വിചാരിച്ചാണ് അവർ അല്ലേ? സീറ്റിംഗ് എങ്ങനെ ഫീൽ ചെയ്തു? സീറ്റിംഗും നല്ല പാഡിംഗ് ഒക്കെയാണ് വരുന്നത്. എൻ്റെ യൂസിന് ഞാൻ ഹാപ്പിയാണ്. ഓരോ ആൾക്കാർക്ക് ഓരോ കംഫർട്ടാണ്. പില്ലിനെ ഇരുത്തി നോക്കിയോ? ഇരുത്തി നോക്കി. ഞാനും എൻ്റെ വൈഫും മോനൊക്കെ റൈഡ് പോയായിരുന്നു, 30-40 കിലോമീറ്റർ. അവർ ഹാപ്പി. ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടിരിക്കാൻ. പഴയ ഹിമാലയനെക്കാട്ടും ഇരിക്കാൻ കുറെ സ്ഥലമുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഇതിനകത്ത് നമുക്ക് സീറ്റ് ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെ അതെ, അത് ജസ്റ്റ് നമുക്ക് അഴിച്ചിട്ട് കൈ കൊണ്ട് തന്നെ 2 ലോക്ക് പിടിച്ച് അങ്ങോട്ട് കൊണ്ടിട്ട് ചുമ്മാ വെച്ചാൽ മതി. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഒരു 5 സെക്കൻഡത്തെ 10 സെക്കൻഡത്തെ പരിപാടിയുള്ളൂ. അതിപ്പോ വേറെ ആൾ മാറി ഓടിക്കുമ്പോഴേ ആവശ്യം വരുമായിരിക്കും, അതോ അവർക്ക് ഹൈറ്റ് ഇച്ചിരി കൂടെ കുറയണം തോന്നിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ എളുപ്പമാണ്. ഓക്കെ, പിന്നെ സ്റ്റാൻഡ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ സ്റ്റാൻഡ് നേരത്തെ ഒരു പരാതി ഉണ്ടായിരുന്നു, വണ്ടി സ്റ്റാൻഡ് വെച്ചാൽ നിൽക്കില്ല, റൈറ്റിലേക്ക് വീഴുന്നു. ഇപ്പൊ അത് മാറി അവർ ലെഫ്റ്റിലേക്ക് മാക്സിമം കിടത്തിയിട്ടുണ്ട്. ആ കിടത്തി ഇച്ചിരി കൂടി പോയെന്ന് എനിക്ക് സംശയമുണ്ട്. വല്ലാത്ത വളഞ്ഞിരിക്കുന്ന പോലെ തോന്നുന്നല്ലേ, പോലെ തോന്നുന്നു. പക്ഷേ അത് അവരുടെ എഞ്ചിനീയറിംഗ് ആണ്. ഏതായാലും അത് യൂസ്ഫുൾ ആയിരിക്കും എന്തായാലും തീർച്ചയായിട്ടും. പിന്നെ പുതിയ എഞ്ചിൻ വന്നിട്ട് എങ്ങനെയുണ്ട്? ഇതിന്റെ ലോ ആൻഡ് ടോർക്ക് ഒക്കെ നമുക്ക് 6th ഗിയറിലൊക്കെ എത്ര ലോ സ്പീഡ് വരെ കൊണ്ടുപോകാൻ പറ്റും? ലോ സ്പീഡ്
ഞാൻ അങ്ങനെ അധികം വണ്ടി അങ്ങോട്ട് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ആകെ 100-150 കിലോമീറ്റർ യൂസ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഏകദേശം ഒരു 60 സ്പീഡിലൊക്കെ, ഒരു 50 ഗിയറിലൊക്കെ നമുക്ക് ഇതൊക്കെ കൈ കൊടുത്ത് അവിടുന്ന് ഒരു 110-120 വരെയൊക്കെ എത്തിക്കാൻ പറ്റും. അതിൽ തന്നെ പതിയെ, ഒറ്റ ക്യുക്കല്ല, നമുക്കിങ്ങനെ പയ്യെ ആ ഒരു ഫ്ലോയിൽ കൊടുത്ത് പോകണമെങ്കിൽ കയറി അങ്ങ് പോയിക്കോളും അതിൽ. പിന്നെ ഈ പറഞ്ഞ തേർഡിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു 20-25 വരെ ഓടിച്ച് നടക്കാം. തേർഡ് സെക്കൻഡിലൊക്കെ നമുക്ക് ഓടിച്ച് നടക്കാം. നല്ല ട്രാഫിക് ഉണ്ട് ഒരു സെക്കൻഡ്, ട്രാഫിക് ഇല്ലെങ്കിൽ നമുക്ക് ഒരു തേർഡിലൊക്കെ വെറുതെ ഒരു 20-30 പാടി പോവാം. ഫസ്റ്റ് ഗിയറിന്റെ ടോപ്പ് നോക്കിയോ? ഇല്ല അങ്ങനെ നോക്കിയിട്ടില്ല. ടോപ്പ് സ്പീഡ് നോക്കിയിട്ടുണ്ടായിരിക്കത്തില്ല. ഇല്ല സമയമില്ല. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് പിന്നെ വണ്ടിനെ വിഷമിപ്പിക്കാന്ന് വിചാരിച്ചു. അതുവരെ വണ്ടി അങ്ങനെ പോട്ടെ. 500 കിലോമീറ്ററിലേ ഉള്ളൂ. 500 തന്നെ ഫസ്റ്റ് സർവീസ് ചെയ്യാൻ. പിന്നെ ബ്രേക്കിങ്ങിന്റെ ഒപ്പീനിയൻ എങ്ങനെയുണ്ട്? ബ്രേക്കിംഗ് അടിപൊളിയാണ്. ബ്രേക്കിംഗ് നല്ല ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് തന്നെ നമുക്ക് എക്കോ മോഡിനകത്ത് നോർമൽ എക്കോ മോഡും പിന്നെ എക്കോ മോഡിൽ തന്നെ റിയർ ABS ഓഫ് ചെയ്ത് ഓടിക്കാം. ഇപ്പോൾ ഈ ഓഫ് റോഡൊക്കെ ഓടിക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ വളവിലൊക്കെ പോയി സ്ലൈഡ് ചെയ്യണമെന്നൊക്കെ ഇച്ചിരി ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ അങ്ങനെ യൂസ് ചെയ്യാം. സ്വിച്ചബിൾ ആണ്. അത് തന്നെ പെർഫോമൻസിൽ നോർമൽ പെർഫോമൻസ് മോഡും ഉണ്ട്. പെർഫോമൻസ് മോഡിൽ തന്നെ ABS റിയർ ഓഫ് ചെയ്യാനും പറ്റും. പിന്നെ വേറെ ഇലക്ട്രോണിക്സ് ഒന്നും വിചാരിച്ചില്ലല്ലേ? ഇല്ല, അത്രയൊന്നും റോയൽ എൻഫീൽഡ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇക്കോ മോഡൊക്കെ അല്ലേ? ഇക്കോ മോഡിനെ പറ്റി ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇക്കോ മോഡിനെ ഇട്ട് നോക്കിയപ്പോൾ എന്തൊക്കെ തോന്നി? മീൻസ് പവർ ഒത്തിരി കുറഞ്ഞോ? മൈലേജ് നോക്കിയില്ല, അതുകൊണ്ട് നമുക്ക് അത് ചോദിക്കാൻ. ഇല്ല, പവർ ഒത്തിരി കുറയോ, ഡ്രോപ്പ് ഉണ്ടോ എന്ന് വെച്ചാൽ മൈലേജ് വ്യത്യാസമുണ്ട്. രണ്ടും ഓടിക്കുമ്പോൾ രണ്ടിന്റേതായ വ്യത്യാസമുണ്ട്. പേരിനൊരു മോഡല്ല, അല്ല ഒരു എഫക്റ്റീവില് വരുന്നുണ്ട്. എഫക്റ്റീവില് വരുന്നുണ്ട്. അതിന്റെ ചെറിയൊരു ചേഞ്ചസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കൂടുതലായിട്ട് നമ്മൾ അങ്ങോട്ട് വണ്ടിനെ എടുത്തിട്ട് പൊളിക്കാൻ തുടങ്ങിയിട്ടില്ല. അറിയാൻ പറ്റുള്ളൂ. അതെ, പിന്നീട് നോക്കാം. ബ്രേക്കിങ്ങിന്റെ ഞാൻ ഇടയ്ക്ക് വേറെ ചോദ്യം ചോദിച്ചു. ബ്രേക്കിങ്ങിന്റെ എന്തായിരുന്നു? ബ്രേക്കിംഗ് നല്ല എഫിഷ്യന്റ് ആണ്. നമുക്ക് അത്യാവശ്യം കൈയൊക്കെ കൊടുത്ത് വന്ന് ബ്രേക്ക് ചെയ്താലും വണ്ടി ഹാൻഡ്ലിങ് നല്ലതാണ്. സസ്പെൻഷനൊക്കെ നല്ലതായതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഒരു 100-ലൊക്കെ വന്നിട്ട് പെട്ടെന്ന് ഡൗൺ ചെയ്ത് ബ്രേക്ക് ടാപ്പ് ചെയ്യുമ്പോഴും ഈ പറഞ്ഞ പോലെ വണ്ടി കയ്യിൽ നിന്ന് പോകുന്ന പോലത്തെ ഒരു ഫീലൊന്നും ഇല്ല. ഭയങ്കര കംഫർട്ടബിൾ ആണ് വണ്ടി. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, സ്പീഡോമീറ്റർ ആദ്യം ഇതിൽ കണ്ടപ്പം ആദ്യമായിട്ട് നമ്മൾ ഇങ്ങനെ വണ്ടി ലോഞ്ച് ആയ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഡിസ്പ്ലേ കണ്ടപ്പോഴത്തേക്ക് ഇതെന്ത് പറ്റി റോയൽ എൻഫീൽഡ് ഇങ്ങനെ ഒരു സാധനം ഇറക്കിയെന്നൊക്കെ തോന്നി. ഒരു കോക്പിറ്റ് പോലെ 4-5 സ്ക്രീൻ ആയിരുന്നല്ലേ? അതെ. അത് മാറി പെട്ടെന്ന് ഒരു ഒറ്റ സ്ക്രീനിൽ വന്ന് സൈഡിലേക്ക് ഇത്രയും ഗ്യാപ്പ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ഇതെന്ത് പറ്റി റോയൽ എൻഫീൽഡ് ഇങ്ങനെ ഒരു ഡിസൈൻ. പക്ഷെ വണ്ടി നേരിട്ട് കണ്ട് ആ ഡിസ്പ്ലേ ഓൺ ആക്കി കഴിഞ്ഞപ്പം ആ പരാതിയൊക്കെ മാറി. എല്ലാ ഫീച്ചേഴ്സ് അതിനകത്ത് കൊള്ളിച്ചിട്ടുണ്ട്. നല്ല കോമ്പാക്റ്റ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ റാലി ടവറൊക്കെ പോലെ തന്നെ അവരൊരു മെറ്റലിന്റെ ഇതിനകത്താണ് അത് ഫിക്സ് ചെയ്തേക്കുന്നതും. അപ്പൊ അത്യാവശ്യപ്പെട്ടൊരു ക്രാഷിനൊന്നും പെട്ടെന്ന് മീറ്ററിലേക്ക് ഇടി വരാനൊക്കെ ചാൻസസ് കുറവാണ്. അവിടെ അതിന് പ്രൊട്ടക്ഷൻ പോലെ കൊടുത്തിട്ടുണ്ട് വൈസറിന്റെ. അല്ലേ? പിന്നെ ഈ എത്രയും ഡീറ്റെയിൽസ് കൊടുത്തിരുന്നത് ഒറ്റ സ്ക്രീനിലാക്കിയപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് നോക്കാൻ കൺഫ്യൂഷൻ ആവാറില്ലേ? ഇല്ല, എല്ലാം നമുക്ക് കൈ നമ്മൾ നേരെ എടുത്ത് മീറ്ററിലേക്ക് സ്വിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഹാൻഡിലിൽ തന്നെ അതിനുള്ള എല്ലാ ഓപ്ഷൻസും സ്വിച്ചസ് എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. അത് കുറച്ച് ഓടിക്കുമ്പോൾ ഒന്ന് യൂസ്ഡ് ആയിക്കോളും. ആദ്യം ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ ശീലമായിക്കോളും. പിന്നെ ക്വാളിറ്റി, TFT ഡിസ്പ്ലേയുടെ ക്വാളിറ്റി അട്ടാറ് ക്വാളിറ്റിയാണ്. നല്ല ക്വാളിറ്റിയാണ്. ഡേ ലൈറ്റിലും നൈറ്റിലേക്ക് വരുമ്പോഴും അതിന്റെ മോഡ് ചേഞ്ച് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഭംഗിയാണ്. മാറിക്കോളും മോഡല്ലേ. പിന്നെ ഇന്റർഫേസ് മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോ. അതെ. ഓരോ അതൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അത് നോക്കിയില്ല. ഓക്കെ. പിന്നെ മാപ്പ് ഇട്ട് നോക്കിയോ? ഇല്ല, അത് നോക്കിയില്ല. നമുക്ക് ഇവിടെ എറണാകുളത്ത് മാപ്പ് ഇടേണ്ട ആവശ്യമില്ല. ഡിസ്പ്ലേയിൽ ഗൂഗിൾ മാപ്പ് ഒക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നു? ഇല്ല, അതിനിപ്പോ ഫസ്റ്റ് സർവീസ് ഒക്കെ കഴിഞ്ഞാൽ റൈഡൊക്കെ പോകുമ്പോൾ നോക്കാമെന്ന് വിചാരിച്ചു. നോക്കുന്നുള്ളൂ. ഓക്കെ. പിന്നെ അതൊക്കെയാണ് വന്നിട്ടിരിക്കുന്നത്. ബാക്കി സ്വിച്ചസിന്റെ ക്വാളിറ്റിയുടെ കാര്യങ്ങൾ നമ്മളെല്ലാം സംസാരിച്ചു. അവിടുന്ന് നമുക്ക് ഹെഡ്ലൈറ്റിലേക്ക് പോവാം. ഹെഡ്ലൈറ്റിന്റെ എങ്ങനെയുണ്ട് അതിന്റെ ഇന്റൻസിറ്റി? ഹെഡ്ലൈറ്റ് നൈറ്റ് റൈഡിന് പഴയ ഹിമാലയൻ അപേക്ഷിച്ച് കുറവാണ്. പക്ഷെ കുഴപ്പമില്ല, കാണാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷെ എന്നാലും ആ പുതിയ LED ആ ഒരു സംഭവത്തിലേക്ക് വന്നപ്പോൾ അതിൻ്റെതായ വെട്ടക്കുറവുണ്ട്. പിന്നെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇനി ഓക്സിലറി ലൈറ്റ്സോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം. ലൈറ്റിന്റെ ബൾബ് എന്തായാലും മാറാൻ പറ്റത്തില്ല, അത് ഇൻബിൽട്ട് അങ്ങനെ തന്നെ വരുന്ന. പിന്നെ വണ്ടി എടുത്ത് ഈ പറഞ്ഞ പോലെ വാറണ്ടി പോകാത്ത രീതിയിൽ ഏതെങ്കിലും നല്ല ബ്രാൻഡ്സിന്റെ ഒക്കെ നമുക്ക് ഫോഗ് ലൈറ്റ്സ്, ഇപ്പം മാഡ് ഡോഗ് അല്ലെ അങ്ങനത്തെ ബ്രാൻഡ്സിന്റെ ഒക്കെ വാറണ്ടി ഉള്ള വയറിംഗ് ഹാർനസ് വരുന്ന ക്ലിപ്പ് ഓൺ ടൈപ്പ് ആഡ് ചെയ്യുവാണെങ്കിൽ ലൈറ്റ് ബെറ്റർ ആവും. ആരും വയർ കട്ടൊന്നും വാറണ്ടി കളയരുത്. വയറിംഗ് ഹാർനസ് മാക്സിമം യൂസ് ചെയ്യുക. അതാകുമ്പോഴത്തേക്ക് എന്തെങ്കിലും വയറിന് ഷോർട്ടേജ് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നാൽ പോലും ആ വയറിംഗ് ഹാർനസ് അല്ലാത്ത ഉള്ള ഫ്യൂസോ അല്ലെ ആ വയറിംഗ് ഹാർനസ് കത്തിപ്പോയിക്കോളും, അടിച്ചു പോയിക്കോളും. അങ്ങനെ പോകാറില്ല. അഥവാ അങ്ങനെ ഉണ്ടെങ്കിലും അതങ്ങ് പോയിക്കോളും. വണ്ടി സേഫ് ആയിരിക്കും. ആ സാധനം എടുത്തുകൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ പരിപാടി തീർന്ന് നമുക്ക് നേരെ സർവീസ് സെന്ററിൽ കൊണ്ട് കൊടുത്ത് വേറെ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാലും വണ്ടി വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റും. പിന്നെ ഇനി നമുക്ക് ചോദിക്കാനുള്ളത് ടേണിംഗ് ആംഗിൾ എങ്ങനെയുണ്ട്? ടേണിംഗ് റേഡിയസ് ഒക്കെ അത്യാവശ്യം നല്ലതാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ റോഡിലാണെങ്കിലും കുത്തിരിച്ച് എടുക്കാനുള്ള സംഭവമുണ്ട്. നിർത്തി തിരിക്കണേലും വെയിറ്റ് കുറവുള്ളതുകൊണ്ട് അതും. അതെ, വെയിറ്റ് കുറവല്ല, വെയിറ്റ് ഉണ്ടെങ്കിലും ഇവരുടെ വെയിറ്റ് മാനേജ്മെന്റ് അവർ വണ്ടിയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നതിൻ്റെ അതുള്ളത് കൊണ്ട്
നമുക്ക് ഈ പറഞ്ഞ പോലെ ചെറിയതായിട്ട് വണ്ടി ഇങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഈസിയാണ്. നിർത്തിയിട്ട് തിരിക്കുമ്പോഴോ നിർത്തിയിട്ട് ചരിയുമ്പോഴോ വെയിറ്റ് ഉണ്ട്. പക്ഷേ ക്ലച്ചിൽ നിന്ന് വിട്ട് വണ്ടി ഒന്ന് നീങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഭയങ്കര ഫ്രീ ആണ്. ലൈറ്റാണ്, ലൈറ്റായിട്ട് ഭയങ്കര ലൈറ്റായിട്ട് ഫീൽ ചെയ്യും. എക്സ്പൾസിനെക്കാട്ട് ഒരു 10-30 കിലോ കൂടെ കൂടുതൽ ഫീൽ ചെയ്യുള്ളൂ. ഞാൻ എന്റെ ഇതായിട്ടാ പറഞ്ഞത്, വണ്ടി അങ്ങനെയാണെന്നല്ല. ഇത് യൂസർ എക്സ്പീരിയൻസ് ആണ്, അതുകൊണ്ട് ഈ എന്റെ മാത്രം എക്സ്പീരിയൻസും ഈ യൂസറിന്റെ അഭിപ്രായമാണ് നമ്മൾ പറയുന്നത്. വേറെ യൂസറിന്റെ നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ അത് വേറെ അഭിപ്രായമായിരിക്കും. അതിൽ ഒന്നും പറയാനല്ലോ, ഓരോ അഭിപ്രായമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്, എതിരാളി വരുന്നു, എക്സ്പൾസ് 400 വരുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അത് അത് നമ്മൾ എടുക്കും. അപ്പൊ പിന്നെ പ്രശ്നം തീർന്നല്ലേ, വിഷമം ഉണ്ടാവില്ല. നമുക്ക് അങ്ങനെ ഇന്ന വണ്ടി ഇതൊന്നുമില്ല, നല്ല വണ്ടി ആരിറക്കിയാലും എടുക്കും. ഓക്കെ, എടുക്കണം, ഉപയോഗിക്കും. ഓക്കെ. പിന്നെ എന്തെങ്കിലും നെഗറ്റീവ്സ് ഹിമാലയൻ 450യെ പറ്റി തോന്നിയിട്ടുണ്ടോ? നെഗറ്റീവ്സ് എനിക്ക് വണ്ടിയിൽ ആകെ ഒരു കുറവ് തോന്നിയേക്കുന്നത് ഇതിന് ടെയിൽ ലൈറ്റ് ഇല്ലാണ്ടായി പോയതിന്റെ ഒരു പ്രശ്നമാണ്. അത് ആൾക്കാർക്ക് ഇഷ്ടമായിരിക്കും, അങ്ങനെ BMW ഒക്കെ വണ്ടികളുണ്ട്, ഒരു പുതുമയാണ്. പക്ഷേ അതെനിക്കൊരു കുറവായിട്ട് തോന്നി. ഒരു ലൈറ്റും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇൻഡിക്കേറ്റർ കുറച്ചും കൂടെ ഒന്ന് ഷോർട്ട് ആയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ, ഇതൊരു ഓഫ് റോഡ് കേപ്പബിൾ വെഹിക്കിളും കൂടെ ആയതുകൊണ്ട് ഇത്രയും ഒരു എന്താ പറയുക, ഒരു 3-4 ഇഞ്ച് ലെങ്ത്തിലാണ് ഇൻഡിക്കേറ്റർ വന്നേക്കുന്നത്. നമ്മളൊക്കെ റൈഡ് പോകുന്നിടത്ത് എന്തായാലും ഇടതും വലതും ഒക്കെ വീഴും. അപ്പം ഇൻഡിക്കേറ്റർ രണ്ട് സൈഡും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ടെയിൽ ലൈറ്റും ഇൻഡിക്കേറ്റർ ഇല്ലാണ്ടായിരിക്കണം തിരിച്ച് വീട്ടിലേക്ക് വരേണ്ടത്. അത് ആലോചിച്ചപ്പം ഒരു കുറവ് തോന്നി. അത് മാത്രം എനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയുള്ളൂ. വേറെ അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല, ബാക്കിയെല്ലാം അടിപൊളി. ഹെഡ്ലൈറ്റ് ഒന്നും പിന്നെ നമുക്ക് വലിയ ആവശ്യമായിട്ട് തോന്നാത്തതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതൊരു കുറവാണ് എനിക്ക്. പക്ഷേ കുഴപ്പമില്ല, ഞാൻ ഇപ്പൊ ഫസ്റ്റ് സർവീസ് കഴിയുമ്പോഴത്തേക്ക് 2 ഫോഗ് ലൈറ്റ്സ്, 2 ഓക്സിലറി ലൈറ്റ്സ് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പ്രശ്നങ്ങൾ തീർന്നു. പിന്നെ മിറേഴ്സ് ഒക്കെ വളരെ ചെറിയ സൈസാണ് വന്നിരിക്കുന്നത്. എങ്ങനെയുണ്ട് വിസിബിലിറ്റി ഇതിന്റെ? മിറർ എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല. ഓരോ ആൾക്കാരുടെ ഓരോ ഇതല്ലേ, അത് ചില ആൾക്ക് കുറച്ചുകൂടെ വലിയ മിറേഴ്സ് വേണം. പക്ഷെ മിററിന്റെ ക്വാളിറ്റി ഒക്കെ നല്ല ഡിഫറെന്റ് ആയിട്ടുണ്ട്. നേരത്തെ വരുന്ന പ്ലാസ്റ്റിക് മിറേഴ്സ് ആയിരുന്നു, ഇപ്പൊ വരുന്നത് ഫൈബർ മെറ്റലൊക്കെ കൂടി ഒരു സംഭവമാണ് വരുന്നത്. പിന്നെ അതിനും കുറച്ച് അത്യാവശ്യം സ്ട്രോങ്ങും ഉണ്ട്. മറ്റേത് കുറച്ച് ലോങ് ഒക്കെ പോകുമ്പോഴത്തേക്ക് കാറ്റടിക്കുമ്പോൾ ബെൻഡായി പോകുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. ഇത് പക്ഷേ ഹൈ സ്പീഡിൽ, ഇതിന് പക്ഷേ ആ ഒരു പ്രശ്നം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചും കൂടെ ഹാർഡാണ്. പിന്നെ നല്ല കോമ്പാക്ട് ആയിട്ടുണ്ട്. മറ്റേതുപോലെ ഭയങ്കര ഒരു വലിയൊരു ഫീലില്ല, നല്ല കോമ്പാക്റ്റ് ആണ്, അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പം അതൊക്കെയാണ് നമുക്ക് ഹിമാലയൻ 450യെ പറ്റി ചോദിക്കാനായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് ഹിമാലയൻ 450 നോക്കുന്നവരോട്, അല്ലെങ്കിൽ ഈ ഒരു 3 lakhs 4 lakhs ബഡ്ജറ്റിൽ വണ്ടി നോക്കുന്നവരോട് എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടോ? ആ ഒരു റേഞ്ചിൽ ബെറ്റർ ബൈക്ക് ആയിരിക്കും എന്ന് പറഞ്ഞാൽ, വണ്ടി ഒന്ന് കുറച്ചുകൂടെ ഇറങ്ങട്ടെ. ഇപ്പം ആദ്യം ഇറങ്ങിയ വണ്ടി സാധാരണ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻസോ എന്തെങ്കിലുമൊക്കെ വന്ന് സർവീസിലൊക്കെ പോകേണ്ട ആവശ്യം വരും. പക്ഷേ എനിക്കെടുത്ത് ഇപ്പോൾ ഒരു 3-4 ദിവസം യൂസ് ചെയ്തിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ല. അത്യാവശ്യം നല്ല കൈ കൊടുത്ത് ഓടിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് ഓടിച്ചിട്ടൊന്നും വണ്ടി ഹീറ്റായി കഴിയുമ്പോൾ എഞ്ചിൻ സൗണ്ട് മാറുമോ അല്ലെങ്കിൽ ഗിയർ ടൈറ്റ് വരുമോ അങ്ങനത്തെ ഒരു വിഷയം തോന്നിയിട്ടില്ല. ആ ഒരു റേറ്റിൽ അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ റോയൽ എൻഫീൽഡിന്റെ ബൈക്ക് എടുക്കുവാണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല ഈ വണ്ടി എടുക്കാൻ. ഒരു കുട്ടി ടെനറ അല്ലെങ്കിൽ ഒരു കുട്ടി ബെന്ലിയുടെ ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബെന്ലി ഈ പറഞ്ഞ പോലെ വെയിറ്റ് കൂടി പവർ കുറവുള്ള വണ്ടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആട്ടാ, ഞാൻ ഓടിച്ചിട്ടുള്ള ഫീലാണ്. അപ്പോൾ ഈ പറഞ്ഞ ഒരു 400 cc ഒരു സാധനമാണിത് എന്ന് പറഞ്ഞാൽ. ഷോറൂമുകളിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് പോയി ടെസ്റ്റ് റൈഡ് ചെയ്ത് നിങ്ങൾ തന്നെ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കുക. പക്ഷേ ബെറ്റർ ആണ്. ഇപ്പം നിങ്ങളൊരു ADV 390 ഓടിക്കുക, അല്ലെങ്കിൽ ആ 400 cc സെഗ്മെന്റിൽ ഇപ്പം ട്രൈംഫിന്റെ സ്പീഡ് 400 വരുന്നുണ്ട്, സ്ക്രാംബ്ലർ വരുന്നുണ്ട്. അതെല്ലാം വേറെ വേറെ കാറ്റഗറി ബൈക്സ് ആണ്. ആ ഒരു 4-5 വണ്ടികൾ ഓടിക്കുവാണെങ്കിൽ അതിൽ മിക്കവാറും ഹിമാലയനിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതിന് മാത്രം റോയൽ എൻഫീൽഡ് പണി നടത്തിയിട്ടുണ്ട് ഈ പ്രാവശ്യം. പേഴ്സണൽ ഒപ്പീനിയൻ. അതെ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഓക്കെ. അപ്പം താങ്ക് യു സോ മച്ച് ഇക്ക. നമുക്ക് നല്ലൊരു ഡീറ്റെയിൽഡ് യൂസർ എക്സ്പീരിയൻസ് അല്ല, ഒരു ഫസ്റ്റ് ഇംപ്രഷൻ തരാനായിട്ട് സാധിച്ചു. നിങ്ങൾക്ക് ഇത് പലർക്കും ഹിമാലയൻ എടുക്കാൻ നോക്കുന്നവർക്ക് പലർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും പുതിയതായിട്ട് നോക്കുന്നവർക്ക് റിവ്യൂവിനെക്കാട്ടിൽ യൂസർ റിവ്യൂ എന്ന് പറയുമ്പോൾ എന്തായാലും യൂസ്ഫുൾ ആകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മളെ പുതിയ ഇതുപോലുള്ള യൂസർ എക്സ്പീരിയൻസ്, ഫസ്റ്റ് ഇംപ്രഷൻ, വിൻറ്റേജ് കാർസ്, പ്രീമിയം കാർസ്, അങ്ങനെ പല വാഹനങ്ങളുടെ യൂസർ എക്സ്പീരിയൻസ് ആയിട്ട് നമ്മുടെ ചാനൽ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.